നിങ്ങളുടെ മൊബൈലിനകത്തും കമ്പ്യൂട്ടറിനകത്തും വരാൻ പോകുന്നു സാത്താൻ്റെ പ്രതിമ. അതായി കോവിഡിൻ്റെ മറവിൽ നിങ്ങളുടെ വാക്സിൻ ഡേറ്റ് കൊണ്ടുപോയെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, റിലയൻസിൻ്റെ 1100 GB ക്ലൗഡ് വന്നാൽ ഇന്ന് മനുഷ്യൻ മുഖാമുഖം സംസാരിക്കുന്നത് പോലെ സാത്താൻ്റെ മുഖം നിങ്ങളുടെ ലാപ്ടോപ്പിനകത്തും കമ്പ്യൂട്ടറിനകത്തും വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അവൻ്റെ മുഖം വന്നാൽ അവൻ വണങ്ങാൻ പറയും. വണങ്ങാൻ പറഞ്ഞില്ലെങ്കിൽ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കും, ഇന്റർനെറ്റ് മർഡർ. ബാക്കി ഇന്നത്തെ മലയാള മനോരമ വായിക്കണം. ഇന്ന് രാത്രി കേട്ടോണേ, കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുമോ? എല്ലാവരും ശ്രദ്ധയോടെ ഇത് കാണണം. ദാണ്ടേ ബാറ്ററി പൊട്ടിത്തെറിച്ചു. സാംസങ് 7 ഗാലക്സി നിർത്തി. സ്വോത്രം, ബാറ്ററി പൊട്ടിത്തെറിച്ചു. നമ്പർ 1. എല്ലാവരും ഇത് വ്യക്തമായിട്ട് കേൾക്കണം. തൃശ്ശൂരിൽ തിരുവല്ലാമല, അതുകൊണ്ട് നെഞ്ചുകീറി പറയുന്നത്, ആദിത്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരച്ഛനും ഒരമ്മയ്ക്കും ഒരു മകൾ, 8 വയസ്സുകാരി മൊബൈൽ കളിച്ചു. രാവിലെ മൊബൈൽ പൊട്ടിത്തെറിച്ചു, അവൾ മരിച്ചു എന്ന്. ഞങ്ങളുടെ ശബ്ദം കൂടുതൽ വന്നാൽ മോണിറ്ററിന് കുഴപ്പമില്ല, താഴെ ആംപ്ലിഫയറിൽ നിന്ന് പുക വരും. അതുപോലെ ഇന്നത്തെ ഒരു ലാപ്ടോപ്പിന്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത 5 കാര്യങ്ങൾ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ: 1 മൈക്രോ പ്രോസസർ, 2 ടൈപ്പിംഗ് മോഡ്, 3 ലിഥിയം ബാറ്ററി, 4 ഇങ്ക് സ്ക്രീൻ അഥവാ കളർ സ്ക്രീൻ, സൈഡ് ബൾബ്, കുഞ്ഞം ബൾബ്. ഇതാ പൊട്ടുന്നത് അർത്ഥം. ഇന്ന് രാത്രി ചെന്നൈയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പേയാട് ഒരു പെൺകുട്ടി, 2 പേരുമായി നല്ല അടുപ്പം. രാത്രിയിൽ അവൾ ടാബും എടുത്ത് കയറും, ചെറുപ്പക്കാരൻ അവിടെ കയറുക. പെൺകൊച്ചി ഇയർഫോൺ വെച്ച് ചില കാര്യങ്ങൾ പറയും, അവനും പറയും, അവൻ ചില കാര്യം പറയും, അവൾ അനുസരിക്കത്തില്ല. അവൾ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കുമ്പോൾ അവനൊരു മെസ്സേജ് അയക്കും. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം, ആ മെസ്സേജിന്റെ പേര് വൈറസ് മെസ്സേജ്. വി ആർ സേയിങ് NCS കമ്പ്യൂട്ടർ സയൻസിൽ അതിന് വിളിക്കുന്ന എക്സ്പ്ലോസീവ് മെസ്സേജ്. അത് വന്നാൽ പറയാം, ബാക്കി കേട്ടോണം. എൻ്റെ മുമ്പിൽ ഒരു ബൾബുണ്ട്, ഇതിനകത്ത് വോൾട്ടേജ് കൂടിയാൽ ആരും ഒന്നും ചെയ്യേണ്ട, തന്നെ അവൻ പൊട്ടിക്കളയും. സ്വോത്രം, ബൾബ് തന്നെ പൊട്ടിക്കളയും. അതുകൊണ്ട് അതിൻ്റെ മേളിൽ 220, 230 കപ്പാസിറ്റി ഇടുന്ന സ്വോത്രം, സകല സാധനത്തിനും കപ്പാസിറ്റി ഇടുന്ന സ്വോത്രം. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? പൊട്ടിത്തെറിക്കും. ഇന്നേ ചില മൊബൈൽ കമ്പനിക്കാർ നിങ്ങളോട് പറയും, അറിയാത്ത നമ്പറിൽ നിന്ന് കോള് വന്നാൽ എടുക്കരുതെന്ന്. കേട്ടവർ കരമുയർത്താം. ചില മെസ്സേജ് വന്നാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യരുത്, സിസ്റ്റം ഹാക്കായി പോകും. ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? അതിൻ്റെ അർത്ഥം ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് വരുമ്പോൾ മൈക്രോ പ്രോസസർ ചൂടാവും, ബാറ്ററി ഷോർട്ടാകുമ്പോൾ ദാണ്ടേ ഈ സ്ക്രീൻ പൊട്ടും. അങ്ങനെ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്നത്തെ മനോരമ വായിക്കണം. ഉലകം, ഈ നിർമ്മിത ബുദ്ധി ഉലകത്തെ തീർക്കും. ജെഫ്രി ഹിൻഡൻ. ഇന്നത്തെ മനോരമ. കമ്പ്യൂട്ടർ മനുഷ്യകുലത്തിന്റെ അന്തകൻ. ഇന്നത്തെ മനോരമ വായിച്ചിട്ട് നാളെ വരണം.